വീണ്ടും പൊന്നിൻ ചിങ്ങത്തിലെ തിരുവോണനാളിന് ഇനി ദിവസങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസം എന്ന് പറയുമ്പോൾ തന്നെ, ചിങ്ങം ആരംഭിച്ചു കഴിയുമ്പോൾ തന്നെ തിരുവോണം എന്ന് എത്തും എന്നുള്ള ആ ഒരു ആകാംക്ഷയും ഉദ്വേഗവും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ചിങ്ങമാസത്തിലെ തിരുവോണത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചിറയൻകീഴ് താലൂക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഉത്രാട വിളക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങൾ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് തലേ ദിവസം ഉത്രാട ദിനത്തിൽ എല്ലാ സാധനങ്ങളും അതിനു മുന്നേ വീട്ടിനുള്ളിലേക്ക് വാങ്ങിക്കൂട്ടും. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉത്രാടത്തിന് വൈകുന്നേരമുള്ള വിളക്കൊരുക്കലാണ്. ആ വിളക്കൊരുക്കുക എന്ന് പറഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിൽ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാനത് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഏതാണ്ട് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് 18 കൊല്ലത്തിന് മേളിലായി. അവിടെ ഞാൻ വിളക്കൊരുക്കുന്ന സന്ദർഭത്തിൽ അടുത്തുള്ള ആളുകൾ ആ വിളക്കിനെ ഒരുക്കുന്ന രീതി കാണുന്നതിന് വേണ്ടിയിട്ട് വന്ന് നോക്കിയിട്ടുണ്ട്. അവരത് വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ട്. കാരണം അവർക്കൊന്നും പരിചയമില്ലാത്ത ഒരു രീതിയാണ് നമ്മുടെ താലൂക്കിലുണ്ടായിരുന്നത്. അതായത് ഉത്രാട ദിനത്തിന് വൈകുന്നേരം വിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ പടുക്കയിട്ട് അതിന് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കും. ആ വിളക്കിൽ വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച് ആണ് ആ വിളക്ക് തയ്യാറാക്കുന്നത്. അതിൽ നമ്മൾ തിരിയിട്ട് കത്തിക്കുമ്പോൾ പിറ്റേന്ന് തിരുവോണ ദിവസത്തെ ആഹാരം, ഉച്ചയ്ക്കുള്ള തിരുവോണ സദ്യ വിളമ്പിയതിന് ശേഷം മാത്രമാണ് ആ വിളക്ക് നമ്മൾ അണയ്ക്കുന്നത്. അതുവരെ ഉത്രാട ദിനത്തിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് കത്തിക്കുന്ന ആ ദീപം അത് പിറ്റേ ദിവസം ആഹാരം വിളമ്പി അതിനുശേഷം മാത്രമാണ് ആ വിളക്ക് നമ്മൾ കെടുത്താറുള്ളത്. അത് വളരെ നല്ല രീതിയിൽ ഒരുക്കിയാണ് ഈ ഉത്രാട വിളക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോകുമ്പോഴത്തേക്ക് എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത് ചിറയൻകീഴ് താലൂക്കിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഓണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആഘോഷ പരിപാടികളും നമ്മുടെ എല്ലാം കുട്ടിക്കാലത്ത് നമ്മൾ ശീലിച്ചു വന്ന ഓരോ ശീലങ്ങളും എല്ലാം ഓണവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഞാൻ വർഷങ്ങളോളം കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്ക് നെൽവയലുകളുടെ നടുവിലൂടെ ഒഴുകുന്ന ചെറിയ കൈത്തോടിൻ്റെ കരയിലൂടെ നടന്നാണ് ഞാൻ വീട്ടിൽ നിന്നും പുറത്തോട്ടുള്ള യാത്രകൾ പോയിക്കൊണ്ടിരുന്നത്. അത് കുട്ടിക്കാലം മുതൽ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ തന്നെയാണ് സ്ഥിതി. അതിമനോഹരിയായി ഒഴുകുന്ന മാമം ആറിന് കുറുകെയുള്ള കവണശ്ശേരി പാലം, കവണശ്ശേരി അണ, ഇതിന് മുകളിലൂടെയാണ് മഴവെള്ളം കുത്തി ഒലിച്ച് പായുന്ന അവസരത്തിലും അല്ലാതെയുള്ള സാധാരണ സന്ദർഭങ്ങളിലുമെല്ലാം ഞാൻ നടന്ന് പോയിട്ടുള്ളത്. അത് കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസ ആവശ്യത്തിനായാലും മറ്റെന്താവശ്യത്തിനായാലും മുതിർന്നതിന് ശേഷവും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കേണ്ടിയിരുന്നത് നെൽവയലുകൾ നിറഞ്ഞ ഈ പ്രദേശത്തു കൂടിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മുടവരം
ഭാഗത്തോട്ട് പോകുമ്പോഴുള്ള മുക്കാൻ തോടെന്ന് നമ്മൾ പറയും. 3 ഭാഗത്തു നിന്നും തോട്ടിലെ വെള്ളം വന്ന് സംഗമിക്കുന്നൊരു ഭാഗം. അതിന് ഇറങ്ങിക്കയറി വേണം നമ്മുടെ റേഷൻ കടയിൽ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി പോകാൻ. ഇത് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഒരു സംവിധാനം അങ്ങനെയായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ ഓണക്കാലം ആകുമ്പോഴത്തേക്ക് പൊന്നിൻ കതിരുകളെല്ലാം വിളഞ്ഞ് അത് പാകമായ രീതിയിൽ കൊയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതികൾ തയ്യാറാകുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിലൂടെയും നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് നോക്കാത്ത ദൂരത്ത് പാടങ്ങളെല്ലാം ഞാറ് നട്ട് പിടിപ്പിച്ച് കളകൾ പറിച്ച് അത് വളരെ ഭദ്രമായ രീതിയിൽ അതിൻ്റെ ശക്തിയും ഓജസ്സും ഒന്നും ചോർന്നു പോകാത്ത രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് നെൽവയലുകൾ നിലനിന്നിരുന്നൊരു കാലഘട്ടത്തിലാണ് 70കളിൽ ജനിക്കാൻ ഭാഗ്യം സൃഷ്ടിച്ച, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് അതെല്ലാം നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാ ആളുകൾക്കും അതുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്, വീട്ടിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഈ പാടശേഖരങ്ങൾക്ക് നടുവിലൂടെ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ എനിക്ക് കുറച്ച് കൂടുതൽ കാണുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നേരം പുലർന്ന് ആ സമയത്ത് വയലിലെ ഈ തോടിൻ്റെ കരയിൽ ഉള്ള പുൽനാമ്പുകൾ, ആ പുൽനാമ്പുകളിൽ മഞ്ഞുതുള്ളികൾ വന്നിരിക്കുന്ന ആ ഒരു കാഴ്ച, അതിനെ പറിച്ചെടുത്ത് അത് കണ്ണിത്തൊട്ട് നമ്മുടെ കുട്ടിക്കാലം നമ്മൾ എന്തൊക്കെ ചെയ്യുമോ അതറിയാമല്ലോ. ആ കുട്ടിക്കാലത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന, സന്തോഷിക്കാൻ കഴിയുന്ന രീതിയിലെല്ലാം നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നെൽപ്പാടങ്ങളും വയലേലകളും എല്ലാം ചരിത്രത്തിൻ്റെ സ്മാരകങ്ങളോ ചരിത്രത്തിലെ സ്മൃതികളുമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കിയാൽ ഓണം വരുമ്പോൾ തീർച്ചയായിട്ടും 2 മരങ്ങളുള്ള സ്ഥലമുള്ള ഒരു പുരയിടമുള്ള ഒരു വീട്ടിലാണ് ആളുകൾ താമസമെങ്കിൽ സ്വാഭാവികമായിട്ടും ഊഞ്ഞാൽ നിർബന്ധമാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ ഊഞ്ഞാൽ കെട്ടുമായിരുന്നു. ആ ഊഞ്ഞാലിൽ ഇരുന്ന് നമ്മൾ ആടും, തൊന്നൽ വെട്ടും, വളരെ ഉയരങ്ങളിലേക്ക് പോകും, തിരിച്ച് താഴേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പന്തുകൾ, അത് പല രീതിയിലുള്ളത്. ഇന്ന് പ്ലാസ്റ്റിക് പന്ത് ഇറങ്ങുന്നതിന് മുമ്പ് അന്ന് റബ്ബർ പന്തായിരുന്നു. അപ്പോൾ അത് വെച്ച് കളിക്കാനായിട്ടുള്ള അവസരം അതുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാം തലമുറയ്ക്ക് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത, എല്ലാ സാധന സാമഗ്രികളും കണ്ടുപിടിച്ചതും അതിൻ്റെ എല്ലാ ഉപയോഗങ്ങൾ വന്നതും എല്ലാം നമ്മുടെ തലമുറയുടെ കാലഘട്ടത്തിലാണെന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം ഓടിയെത്തുന്നത്, ഓണക്കാലമായെന്ന് നമ്മൾ അറിയുന്നത് കടകളിലെല്ലാം ഇങ്ങനെ ബോളുകൾ തൂക്കിയിട്ടേക്കും. അപ്പോൾ അത് കാണുമ്പോഴറിയാം ഓണക്കച്ചവടം തുടങ്ങാറായി. അപ്പോൾ ഓരോ പന്തുകൾ വാങ്ങുന്നു, അത് വെച്ച് കളിക്കുന്നു, ഊഞ്ഞാൽ കെട്ടുന്നു. പിന്നെ നിർബന്ധമുള്ളൊരു കാര്യം, ഓണക്കാലം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നമ്മൾ വറ്റൽ ഐറ്റങ്ങൾ ഉണ്ടാക്കും. കട്ട് ഉപയോഗിച്ചുള്ള, അരിയുടെ കട്ട് കുറുക്കി ഉണ്ടാക്കിയ വറ്റൽ, മരച്ചീനി ഉണക്കി അതിൻ്റെ വറ്റൽ, പിന്നെ എണ്ണപ്പലഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ണിയപ്പം മുതൽ പിന്നെ പക്കാവട, മിച്ചർ, ഇതെല്ലാം വലിയ വലിയ പാട്ടകളിൽ ഉണ്ടാക്കി അടുക്കി വയ്ക്കും. അത് നിറച്ച് വയ്ക്കുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓണക്കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിപ്സ്, അതുപോലെ തന്നെ ഉപ്പേരി, അതിനും അപ്പുറത്തേക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ വിഭവങ്ങളും. കാരണം സ്കൂള് അടയ്ക്കുന്ന 10 ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ഓണക്കാലത്താണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ
ആഹാരം മുമ്പോട്ട് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി കളിക്കും. കളിച്ചതിന് ശേഷം വീണ്ടും വീട്ടിനകത്തോട്ട് കയറും, പാട്ട് തുറക്കും, എടുത്ത് കഴിക്കും. അച്ചപ്പം, പിന്നെ ഈ പറഞ്ഞതുപോലെ മുറുക്ക്, ഏകദേശമുള്ള പലഹാരങ്ങളെല്ലാം, പിന്നെ കളിയോടയ്ക്ക, നമ്മുടെ ആലങ്ങ, അങ്ങനെ ഇതെല്ലാ സാധന സാമഗ്രികളും വീട്ടിലുണ്ടാക്കും. ഉണ്ടാക്കുന്നതെല്ലാം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം തന്നെയാണ്. അപ്പം അങ്ങനെ കഴിക്കുന്നൊരു കാലഘട്ടത്തിൽ വീട്ടിൽ മറ്റൊരു സംഭവമുണ്ട്. ഒരു വീടിനോട് ചേർന്ന് തന്നെ ഒരു ബ്രഹ്മരക്ഷസിനെ കുടിയിരുത്തിയിട്ടുള്ള ഒരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ടാക്കുന്ന സാധന സാമഗ്രികളെല്ലാം അതവിടെ അദ്ദേഹത്തിന് ആദ്യം വയ്ക്കും. അത് കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ ഒരു വല്യമ്മ, ശ്രീദേവി എന്നാണ് വല്യമ്മയുടെ പേര്. വല്യമ്മ കൊച്ചിലെ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നത് എല്ലാത്തിൻ്റെയും ഒരു പങ്ക് വല്യമ്മയ്ക്ക് വയ്ക്കും. ഇതെല്ലാറ്റിനും മുന്നേ ഞാൻ കണ്ടിട്ടുള്ളത്, എന്ത് സാധനം ഉണ്ടാക്കിയാലും ആദ്യം ഗണപതി ഭഗവാന് വേണ്ടി മാറ്റിവെക്കും. അത് വച്ചതിന് ശേഷം മാത്രമേ ആ ഉണ്ടാക്കുന്ന സാധനത്തിൽ തൊടാൻ വേണ്ടിയിട്ടുള്ള ഒരവകാശം നമുക്ക് പോലും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, എനിക്കത് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് ഉള്ള ഓർമ്മകളുണ്ട്, നല്ല രീതിയിലുള്ള ഓർമ്മകൾ. ആ ഓർമ്മകൾ എപ്പോഴും എനിക്ക് സമ്മാനിക്കുന്നത് വളരെ സന്തോഷം തന്നെയാണ്. കാരണം ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്കന്ന് ആസ്വദിക്കാനും, അല്ലെങ്കിൽ എനിക്ക് അന്ന് നേടാൻ കഴിഞ്ഞ ആ ഒരു സന്തോഷമോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇന്നത്തെ തലമുറയ്ക്ക് അതിനപ്പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാജ്യം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ നാട് എല്ലാ രീതിയിലും പുരോഗമിച്ചെങ്കിലും ഇന്നത്തെ തലമുറയ്ക്കൊന്നും അത്തരത്തിലുള്ളൊരു സംഭവം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരവസരം അവർക്കുണ്ടാകുന്നില്ല, കുഞ്ഞുങ്ങൾക്ക്. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ദോഷം. പിന്നെ ഏറ്റവും സുപ്രധാനമെന്ന് പറഞ്ഞാൽ, അന്ന് തിയേറ്ററിൽ പോയി സിനിമകൾ കാണുന്നത് ഉണ്ട് എങ്കിലും വളരെ കുറവായിരുന്നു. പക്ഷേ നമ്മുടെ ദൂരദർശനമൊക്കെ വ്യാപകമായതിനു ശേഷം പുതിയ പുതിയ സിനിമകൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ചാനലുകൾ പ്രത്യക്ഷമായി തുടങ്ങി, സ്വകാര്യ ചാനലുകൾ. ആ കാലഘട്ടമായപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ പുറകിലായി. പിന്നെ സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് അത്ര വലിയ താല്പര്യം അന്നില്ല. കാരണം നമ്മൾ സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു നടനോടോ നടിയോടോ അങ്ങനെ ഒരു അനുകമ്പ, അല്ലെങ്കിൽ അവരോട് പ്രത്യേക ഒരു താല്പര്യം അങ്ങനെയൊന്നും ഒന്നുമില്ല. ആകപ്പാടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നത് നസീർ സാറിനോട് മാത്രമാണ്. കാരണം നമ്മൾ കൊച്ചായിരിക്കുമ്പോഴത്തേക്ക് അവിടെ പ്രതിഭ എന്ന് പറഞ്ഞ് നമ്മുടെ മുടവരത്ത്, നമ്മുടെ ചുമടുതാങ്ങിയിൽ ഒരു നസീർ സാറിൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെ വരും, കാട്ടുമറാക്കലിനിപ്പുറം, അവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, പ്രതിഭ തിയേറ്റർ. അവിടെ പോയാണ് ആദ്യകാലത്ത് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത്, കൊച്ചുനാളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സിനിമ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗൗരി തിയേറ്റർ ആറ്റിങ്ങിൽ. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് പോയി സിനിമ കണ്ട ഓർമ്മകളുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ വലുതായതിനു ശേഷം പിന്നെ നമ്മൾ മറ്റുള്ള ആറ്റിങ്ങൽ പട്ടണത്തിലും പരിസരത്തുള്ള തിയേറ്ററുകളിലെല്ലാം പടങ്ങൾ, റിലീസിങ് പടങ്ങൾ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് ഓണത്തിന് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് ഈ നെൽപ്പാടങ്ങളിൽ കൂടെ നടന്നു പോകുമ്പോഴത്തേക്കുള്ള ആ നെല്ല് വിളഞ്ഞ് നിൽക്കുന്ന ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള ആ ഒരു അവസ്ഥ, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ കണ്ണിന് വളരെയധികം രസമാണ്. കാരണം ഒക്കത്ത ദൂരത്തോളം കിടക്കുന്ന ഈ പാടങ്ങളിങ്ങനെ വിളഞ്ഞ് റെഡിയായി നെല്ല് കൊയ്യാൻ പാകത്തിന് കിടക്കും, കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന അടുത്തൊരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ വീട്ടുമുറ്റത്തും അത്തപ്പൂക്കളം, വീട്ടിലുമുണ്ട്. അത്തപ്പൂക്കളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ അത്തം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം മണ്ണിനെ കുഴച്ച് റെഡിയാക്കി സെറ്റാക്കി ഒരു അത്തത്തിട്ട എന്ന് പറയും, അതുപോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ അത്തം ഇടും. പിന്നെ ആദ്യം പ്ലെയിനായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അത്തരം അത്തത്തിട്ടകൾ പിന്നീടായപ്പോഴത്തേക്ക് പരിഷ്കരിച്ച് പടിയാക്കി, സ്റ്റെപ്പ്. അങ്ങനെ 10 ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് 10 സ്റ്റെപ്പ് വരത്തക്ക രീതിയിൽ
പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് ഐഡിയകൾ മാറി. അതിനകത്ത് പല രൂപങ്ങൾ, അല്ലെങ്കിൽ പല പൂക്കളുടെ രീതികൾ, പല ചിറവുകൾ, ഇങ്ങനെയൊക്കെ വെച്ച് വളരെ വൈവിധ്യമാർന്ന രീതിയിൽ അത്തത്തിട്ടകൾ തയ്യാറാക്കി നമ്മൾ എൻ്റെ വീട്ടിൽ ഞാൻ. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പൂക്കൾ എല്ലാ ദിവസവും അത്തപ്പൂക്കളം റെഡിയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ നാട്ടുമാവ് ഉണ്ടായിരുന്നു, ഒരു പ്ലാവും. ഇത് രണ്ടിലും ചേർത്ത് നമ്മൾ ഊഞ്ഞാലിന് കയറിട്ട് ഊഞ്ഞാൽ കിട്ടും. ആ ഊഞ്ഞാലിരുന്ന് ആടും. ആ ഊഞ്ഞാലാടുമ്പോഴെല്ലാം നേരത്തെ പറഞ്ഞ ഈ മധുരപലഹാരങ്ങളെല്ലാം കൈവശം കാണും. അത് കഴിച്ചുകൊണ്ട് വളരെ സന്തോഷമായ രീതിയിലായിരുന്നു അന്നത്തെ ഓണം. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ അത്തം എടുക്കാൻ നേരത്ത് ആ അവസാന ദിവസം തിരുവോണത്തിൻ്റെ അന്ന് വൈകുന്നേരം ഒരു അടയുണ്ടാക്കി ഈ അത്തത്തിട്ടയിൽ വച്ചതിന് ശേഷം ഒരു വില്ലും അമ്പും ഉണ്ടാക്കി. അമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊരു നല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈർക്കിൽ ഈ വില്ല് കൊലച്ച് ആ ഈർക്കലിനെ ഈ അടയിലോട്ട് ചെയ്ത് കൊള്ളിക്കും. അങ്ങനെയാണ് ആ പത്തിൻ്റെ ആ ഒരു പൊന്നോണത്തിൻ്റെ ലാസ്റ്റ് ദിവസം നമ്മൾ അത്തത്തിട്ട നമ്മൾ അത്തത്തിൻ്റെ അല്ലെങ്കിൽ തിരുവോണത്തിൻ്റെ പൂവിടൽ പരിപാടികൾ അവസാനിപ്പിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് പറയാനുള്ളത്. ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവോണത്തിന് അപ്പോൾ വീട്ടിൽ അന്ന് ഞങ്ങൾക്ക് വല്യമ്മയ്ക്ക് നെയ്ത്ത് ശാലയുണ്ട്. നെയ്ത്ത് ശാല എന്ന് പറഞ്ഞാൽ ഒരു 3-4 തറികളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നൂല്, പാവ്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ നെയ്യാനായിട്ട് നെയ്ത്ത് ശാലയുള്ളത് കൊണ്ട് 4 കൈത്തറി ആണെങ്കിലും അതിനകത്ത് അതിൻ്റെ പണിക്കാരും അടക്കമുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ കുട്ടിക്കാലത്ത് അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ അവർ വല്യമ്മയും കുഞ്ഞമ്മയൊക്കെ അവർ വേറെ വെളിയിൽ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഖാദിയുടെ സൊസൈറ്റി, അതിൻ്റെ വക നെയ്ത്ത് ശാലയിൽ നെയ്ത്തിൻ്റെ ഉള്ള സ്ഥലത്ത് പോയി അവർ നെയ്യാൻ വേണ്ടി പോയി. അല്ലാതെ വേറെ നമ്മളെ വീട്ടിലുണ്ടായിരുന്നത് ഉള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഉത്രാടത്തിന് പണി അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ അവിട്ടം നാളിൽ തിരുവോണം അവിട്ടം നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു ഞരട്ട് എന്നൊരു പറഞ്ഞൊരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് കുറച്ച് മറ്റേ അരി വറുത്ത് പൊടിച്ച് അതിനകത്ത് കുറച്ച് ശർക്കരയും മറ്റ് ചേരുവകളും എല്ലാം കൂടെ ചേർത്ത് ഒരു പൂജ. ആ പൂജയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ഓണം കഴിഞ്ഞതിന് ശേഷമുള്ള പണി ആരംഭിക്കുന്നത്. ഞരട്ട് പരിപാടി എന്നിങ്ങനെ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കതിനെക്കുറിച്ചുള്ള അതിൻ്റെ സാങ്കേതിക വശവും അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷേ ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അതുമൊക്കെ ഉണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നൊരു സംഭവമാണത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ അവിടെ നെയ്യാൻ വരുന്ന ചേച്ചിമാർ വരും. അവർ വന്നിട്ട് വീണ്ടും പണി ആരംഭിക്കും. അങ്ങനെ നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ നെയ്ത്തുശാല ഉണ്ടായിരുന്നത്. ഒരു സൈഡിനായിട്ട് അവിടെ 4 തറകളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ നെയ്യുന്ന മുണ്ടും കൈലിയും ഒക്കെ ഉള്ള ലുങ്കിയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനെ കൊണ്ടുപോയി തിപ്പട്ടി എന്നു പറയുമായിരുന്നു. അങ്ങനെ അതിനെ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ചില പ്രത്യേകതകളാണ്. അപ്പം അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഓണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്കുള്ളത്. ഇന്ന് ഓണം മോശമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും 70കളിൽ ജനിച്ച ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കിതെല്ലാം എൻ്റെ ഓർമ്മയിലുള്ളതാണ്, എൻ്റെ അനുഭവത്തിലുള്ളതാണ്. ആ അനുഭവത്തെക്കുറിച്ച് ഞാൻ എല്ലാവരെയും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഇത് കാരണം നമ്മൾ ഓരോ കാലഘട്ടത്തിലും താമസിക്കുമ്പോഴെല്ലാം നമുക്കെല്ലാം ഓരോരോ അനുഭവങ്ങളാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഞാനിപ്പോൾ ഇത് പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അടുത്ത തലമുറ അവരെ സംബന്ധിച്ച് ഓണത്തെക്കുറിച്ച് അവർ പറയുമ്പോഴത്തേക്ക് അവർക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാകുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്കിതൊക്കെയാണ് എൻ്റെ ഓണസങ്കല്പങ്ങളിലുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ അന്ന് ഗ്രാമങ്ങളിൽ സജീവമായിരുന്നു എൻ്റെ പ്രദേശത്ത് തന്നെ പുലരി വായനശാലയും അതുപോലെ തന്നെ പൗരസമിതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഒക്കെ. അവിടങ്ങളിൽ കലാകായിക മത്സരങ്ങളുണ്ട്. ഈ മത്സരങ്ങൾ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് നാട്ടുപുറത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. അന്ന് അക്കാലങ്ങളിലൊക്കെ ഈ ക്ലബ്ബുകളും വായനശാലകളും പൗരസമിതികളും എല്ലാം സജീവമായിരുന്നു.
അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ തലമുറയിലുള്ള നമ്മുടെ ചേട്ടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അപ്പോൾ അമച്ചർ നാടകങ്ങൾ, അങ്ങനെ നാടകങ്ങളിൽ നാടകങ്ങളിൽ അഭിനയിച്ച്, അമച്ചർ നാടകങ്ങളിൽ അഭിനയിച്ച് പിന്നെ പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഭാഗമായി മാറിയ ഒരുപാട് ആളുകൾ എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു, എൻ്റെ ചേട്ടന്മാർ. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിക്കാലത്തെ ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് ഒരുപാട് നല്ല നല്ല സ്മരണകളാണുള്ളത്. കാരണം നമുക്കിതിൽ പലതിലും പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കുറേയൊക്കെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റേതായ രീതിയിൽ ആസ്വദിക്കുന്നതിനും എനിക്ക് അതിൻ്റെ ആ ഒരു നല്ല വശവും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം ഈശ്വരൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നാളുകളിൽ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോഴത്തേക്ക് ഈ പുതിയ തലമുറയിലെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഓണം വേറെ രീതിയിലായിരിക്കും. ആയിക്കോട്ടെ, അവരുടെ ഓണസങ്കല്പങ്ങൾ അവർ ഭാവിയിൽ പറയട്ടെ. ഇത് എൻ്റെ ഓണസങ്കല്പങ്ങൾ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു ഓണം എനിക്ക് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയുന്നത്. നാളുകളിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് അവരുടെ ഓണസങ്കല്പത്തെക്കുറിച്ച് വിശദീകരിക്കാം. നോ പ്രോബ്ലം. എല്ലാവർക്കും ഓണാശംസകൾ.